ഈരാറ്റുപേട്ട ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CS ഡയസിന് സ്വീകരണം നൽകി. ഈരാറ്റുപേട്ടയിൽ പുതിയ കോടതി പരിഗണനയിലെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CS ഡയസ് പറഞ്ഞു. ഈരാറ്റുപേട്ട ബാർ അസോസിയേഷൻ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെക്രട്ടറി പറഞ്ഞ പ്രകാരം കോട്ടയം ജില്ലയിലെ LDPS സ്പെഷ്യൽ കോർട്ടിന്റെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഞാൻ തൊടുപുഴ ചാർജുള്ള സമയത്ത് തൊടുപുഴയും കോട്ടയം ചേർന്നിട്ടുള്ള ഒരു കോടതിയാണുള്ളത്. LDPS കോടതി അറിയാമാണ്. അപ്പോൾ ഞാൻ ഇൻസ്പെക്ഷൻ നടത്തിയ എല്ലാ റിപ്പോർട്ട് അനുസരിച്ചാണ് അത് ഗവൺമെന്റിലേക്ക് അയച്ചത്. ഹൈക്കോടതി ഫുൾ കോർട്ട് സ്വീകരിച്ചു, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പാസ്സാക്കി ഫുൾ കോർട്ട് സ്വീകരിച്ചു, ഗവൺമെന്റിലേക്ക് എഴുതിയിട്ടുണ്ട്. ഗവൺമെന്റ് അത് പെൻഡിങ് ആണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഡിസിഷൻ വരണം. കൂടി വിഷയപ്രബന്ധത്തിൽ പറഞ്ഞായിരുന്നു, കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. എല്ലാ ഡിസ്ട്രിക്ട് സെന്റേഴ്സും സബ് സെന്റേഴ്സും ഉള്ള ആൾക്കാരാണ്. ഭയങ്കര അസോസിയേഷൻ ഭയങ്കര കോമ്പറ്റീഷനുള്ള ആൾക്കാരാണ്. എനിക്കറിയണത് ഇപ്പോൾ കഴിഞ്ഞ 7 മാസമായിട്ട് ഞാൻ കോട്ടയം ജില്ലയിൽ ചാർജാണ്. അപ്പോൾ എല്ലാവരും ഒരു കോടതിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അൾട്ടിമേറ്റ്ലി പറഞ്ഞ സർവൈവർ ഓഫ് ദി ഫിറ്റസ്റ്റ്, നമുക്കത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള തീരുമാനമാണ്. ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്. സ്പെഷ്യൽ കോർട്ട് LDPS കോർട്ട് എല്ലാം വേണം. ആ കോടതിയെ കിട്ടാൻ സാധ്യതയുള്ളൂ. ഡിസ്ട്രിക്ട് ജഡ്ജി റോഷൻ തോമസ് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോൻ ഐക്കര സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസ്, ഈരാറ്റുപേട്ട മുനിസിഫ് മജിസ്ട്രേറ്റ് R കൃഷ്ണപ്രഭ, അഡ്വക്കേറ്റ് ബീനാഗിരി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ഐഫോറിയ ന്യൂസ്, പാല.